ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കട്ടെ, അദ്ദേഹം ഓരോന്നും പറയുന്നുണ്ടല്ലോ, വാക്കാണല്ലോ പ്രധാനം. വി.ഡി. സതീശന്റെ വാക്കിന് ഒരു ചാക്കിന്റെ വില പോലുമില്ല എന്ന് PMCയിലൂടെ ഈ കേരളം കാണുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് PMCയിൽ മാത്രമല്ല സമ്പൂർണമായി കേന്ദ്ര ഗവൺമെന്റിന് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണറോടും കേന്ദ്ര ഗവൺമെന്റിനോടും തങ്ങൾക്ക് അനുകൂലമായി വോട്ടു രേഖപ്പെടുത്തിയ സംഘപരിവാര രാഷ്ട്രീയത്തിന്റെയും ഇംഗിതങ്ങളെ നെഞ്ചേറ്റുവാങ്ങുന്ന ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഒരു ഉപാധിയായി കേരളത്തിലെ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞു. PMC ഞങ്ങൾ വന്നാൽ അറബിക്കടലിലേക്ക് വലിച്ചെറിയും, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ഇന്നെന്താണ് പറയുന്നത്? അത് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിയെ കൊണ്ടുതന്നെ PMC നടപ്പിലാക്കാൻ കാണിച്ച സംഘപരിവാര ഗൂഢാലോചനയുടെ അഭിബുദ്ധിയുണ്ടല്ലോ, ആ അതിബുദ്ധിയെ കേരളം കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കുന്നുണ്ടോ? കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നു ഞങ്ങളൊരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ്. ഏത് ഗവൺമെന്റിന്റെ തുടർച്ച? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തുടർച്ചയാണ്. ലൈഫിൽ വീട് വെക്കുന്ന കാര്യത്തിൽ ആ തുടർച്ചയില്ല. കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് കൊടുക്കാൻ ആ തുടർച്ചയില്ല. കേരളത്തിലെ പട്ടയ വിതരണത്തിന് ആ തുടർച്ചയില്ല. PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ വീതം കൊടുത്തു തുടങ്ങിയ പദ്ധതിക്ക് ആ തുടർച്ചയില്ല. തുടർച്ച കേവലം സാമ്പത്തിക ലാഭത്തിനും രാഷ്ട്രീയ കച്ചവടത്തിനും വേണ്ടി മാത്രമെന്ന് പറയുന്ന വി.ഡി. സതീശൻ ഗവൺമെന്റിന്റെ മുഖം മൂടി ഇപ്പോഴേ അഴിഞ്ഞു വീണ് കഴിഞ്ഞു. ഒരു ഗവൺമെന്റ് പറയുകയാണ് PMCയുടെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പണം മേടിച്ചു. തെളിയിക്കാൻ പറ്റുമോ? കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളുടെ പണം കൊടുക്കുക? PFMS-ലൂടെ, പബ്ലിക് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഏതു സംസ്ഥാനത്തിന്റെയും മാച്ചിംഗ് ഗ്രാന്റിന്റെ പണം കൊടുക്കുക. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പണം മാത്രം വെച്ചതുകൊണ്ട് തീർക്കാനാകില്ല. 60-40% കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എടുക്കേണ്ട പണത്തിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കേരളം അല്ലെങ്കിൽ സംസ്ഥാനം ചെലവഴിച്ചതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ PMFS-ലൂടെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ പണം മേടിക്കാൻ പറ്റില്ല എന്നറിയുന്ന സാമ്പത്തിക വിദഗ്ധനായ മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പൊ പറയുകയാണ് SSKയുടെ പേരിൽ മേടിച്ച പണം PMCയുടെ പേരിൽ ഞങ്ങൾ കൂട്ടുന്നു. ആരെ ബോധ്യപ്പെടുത്താനാണ്? ആരുടെ അനുഗ്രഹം മേടിക്കാനാണ്? തുടക്കം മുതൽ തുടങ്ങിയല്ലോ. വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടേയില്ല. അറിയാതിരിക്കുമോ? ഗവർണറുടെ പരിപാടി മിനിറ്റ് പരിപാടിയാണ്. അതിൽ ഓരോന്നും എങ്ങനെയാണെന്ന് നേരത്തെ കേരളത്തിലെ ഗവൺമെന്റിനെ അറിയിക്കും, സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുഖ്യമന്ത്രിയെ അറിയിക്കും. അത് കണ്ടില്ലെന്നാണോ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത്? നയപ്രഖ്യാപനത്തിൽ ഗവർണറെ കൊണ്ട് കേന്ദ്രത്തിന് പിന്തുണ കൊടുക്കുന്ന എല്ലാം വായിപ്പിച്ചു. ഗവർണർക്ക് സന്തോഷം. പിന്നെ ഇങ്ങോട്ട് തുടർന്നാൽ ബാധുക്കളുടെ കച്ചവടമടക്കം കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇംഗിതങ്ങൾ അതുപോലെ നടപ്പിലാക്കാൻ പോകുന്ന ഒരു ഗവൺമെന്റ് PMC കേരളത്തിൽ നടപ്പിലാക്കും എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ AIVF-ന്റെയും AISF-ന്റെയും പഴയകാല പ്രവർത്തകൻ എന്ന കരുത്തോടെ ഞാൻ പറയട്ടെ, AISF-ന്റെയും AIVF-ന്റെയും നക്ഷത്രാങ്കിതമായി കൊടി കേരളത്തിലുള്ളിടത്തോളം കാലം സതീശൻ ഗവൺമെന്റിന് സാധ്യമാകില്ല. ഒരു ഗവൺമെന്റ് MOയിൽ ഒപ്പിട്ടത് തെറ്റ്, അതമ്മേ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. AIVF-ഉം AISF-ഉം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറഞ്ഞു. അതുകൊണ്ടാണ് ആ MOയിൽ ഒപ്പിട്ട നടപടി 30 ദിവസത്തിനുള്ളിൽ കേന്ദ്രത്തിന് തീരുമാനിക്കാം എന്ന വകുപ്പുള്ളപ്പോ 22ാമത്തെ ദിവസം കേരളം അറിയിച്ചത് ഞങ്ങളത് മരവിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജലപീരങ്കി കണ്ട പേടിക്കുന്നവരല്ലേ AISF-കാരും AIVF-കാരും. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം. നിയമസഭയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ച് ആ മാർച്ചിന്റെ ആദ്യഘട്ടത്തിൽ പറയാനുള്ളത് ഞങ്ങൾ പറയാനാണ് തീരുമാനിച്ചതെങ്കിൽ പറയും. അതല്ല, നിയമസഭയിലെത്താൻ തീരുമാനിച്ചാൽ പോലീസല്ല പട്ടാളം വന്നാലും ഞങ്ങളെത്തും. അതാണ് AIVF. അതുകൊണ്ട് ഉമ്മാക്കി കാണിച്ചു പേടിപ്പിച്ചൊന്നും PMC നടപ്പിലാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതണ്ട. PMCയുടെ അകത്ത് ഇരിക്കുന്ന വർഗീയ വിഷം ചുമത്തുന്ന നടപടിക്രമങ്ങൾ. നിങ്ങളുടെ നിലപാടെന്താണ് കോൺഗ്രസ്? നിങ്ങളുടെ നിലപാടെന്താണ് ലീഗ്? നിങ്ങൾ പറയണ്ടേ കേരളത്തിലെ ജനങ്ങളോട്?
നിങ്ങൾ വോട്ടുപോടിക്കുമ്പോ പറഞ്ഞല്ലോ ഇതൊരു ഡീലാണ്. ഇപ്പൊ കേരളത്തിന് മനസ്സിലായി ആരും ആരായിട്ടാണ് ഡീൽ. ആ ഡീൽ സാക്ഷര കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റും എന്ന് കേരളത്തിലെ ഗവൺമെന്റ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവര് വീട്ടുകളുടെ സ്വർഗത്തിലാണെന്ന് തിരിച്ചറിയണം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.